ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, ചരിത്രം ആവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറല്ലേ. ഒരിക്കൽ നമ്മൾ കണ്ടതാ, ഒരിക്കൽ നമ്മൾ പോയി നിന്നതാ, നമ്മളത് സാക്ഷ്യം വഹിച്ചു നോക്കിയാൽ. ചൊവ്വാഴ്ചകളിൽ ചില ദിവസങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില മക്കൾ സാക്ഷ്യം പറയും, അതിനുശേഷം താഴെ ഇറങ്ങി വരുമ്പോൾ ആ പ്രശ്നവുമായിട്ട് നിൽക്കുന്ന വേറൊരാളെ കാണാൻ പറ്റും. ദൈവങ്ങളെ, ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കുള്ള സാക്ഷ്യം തന്നെയാണ്. ദൈവം എന്തുമാത്രം മനുഷ്യ ജീവിതത്തിൽ ഇടപെടുമെന്നൊക്കെ തിരുവചനത്തിലൂടെയും സാധാരണ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്നവരല്ലേ. നമ്മൾ മരുഭൂമി യാത്രയാണ്, നമ്മളൊരു 20 ദിവസം മരുഭൂമി യാത്ര തന്നെയാണ്. ഇതാ തിരുവചനം. അവർ സീൻ മരുഭൂമിയിലെത്തി. അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. എന്തോരം വെള്ളം, 6 ലക്ഷം പേർക്ക് എത്ര ടാങ്കർ വെള്ളം അടിക്കണം മക്കളെ. വെറുതെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ. Our God is a God of possibility, not impossibility. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം അല്ലേ. നമ്മുടെ ദൈവത്തിന് എല്ലാം സാധ്യം. 6 ലക്ഷം പേർക്ക് എത്ര ടാങ്കർ വെള്ളം വേണമെന്ന് നിങ്ങൾ പറയണേ. കുടിക്കാൻ തന്നെ. നീ കുളിക്കുമോ അറിയത്തില്ല, കുളിക്കുമായിരിക്കും. കുളിക്കാൻ വെള്ളം വേണ്ടേ? ദൈവങ്ങളെ, ദൈവത്തിൻ്റെ ഒരു കരുതൽ ചിന്തിക്കാൻ പറ്റും. ഇതാ മനുഷ്യർ കിടന്ന് ബഹളം ഉണ്ടാക്കുക. ദാഹിച്ചു വലഞ്ഞ ജനം മോശയ്ക്കെതിരെ ആവലാതിപ്പെട്ടു. നീ എന്തിനാ ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്? ഞങ്ങളും കുട്ടികളും കന്നുകാലികളുമൊക്കെ ദാഹിച്ച് ചാകട്ടെ എന്ന് കരുതിയാണോ? ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തെ വല്ലാതെ ചോദ്യം ചെയ്ത് നമ്മൾ ഈ നോയമ്പ് കാലത്ത് ചോദ്യം ചെയ്യൽ നിർത്താൻ പോവുക. ആമേൻ പറയുക. നല്ല ചൂടാ, ആമേൻ. ഒരു രോഗപീഠ വന്നു, ഒരു പകർച്ചവ്യാധി വന്നു, ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ മനോഹാരിത കാണാനാണ്. മോശ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക? ഏറെ താമസിച്ച് അവരെന്നെ കൊല്ലും, അവരെന്നെ കല്ലെറിയും. കർത്താവ് പറഞ്ഞു, നീ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടുമൊത്ത് നീ ജനത്തിൻ്റെ മുമ്പേ പോവുക, നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കയ്യിലെടുക്കുക. ഇതാ നിനക്ക് മുമ്പേ ഹോറബിലെ പാറമേൽ ഞാൻ നിൽക്കും. നീ ആ പാറയിൽ അടിക്കണം, അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കുവാൻ വെള്ളം പുറപ്പെടും. നോക്കിയോ മക്കളെ, ദൈവം വന്ന് നിൽക്കുന്ന നിപ്പ്. പുതിയ നിയമത്തിൽ അവൻ്റെ ചങ്കിൽ കുത്തി അവിടുന്ന് രക്തവും ജലവും ഒഴുകിയെന്ന യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ദൈവം എന്തുമാത്രം ഒരു കരുതലാണ്, എന്തുമാത്രം വലിയ സാന്ത്വനമാണ് ദൈവം എന്തുമാത്രം വലിയ പരിഗണന. നമുക്കൊക്കെ എന്ത് ചോദിക്കാൻ അവകാശമുള്ളത്, എന്തു പരാതിയെ ദൈവത്തോട് പറയാനുള്ളത്? ഓ ദൈവമേ, ഒരു പുത്തൻ അഭിഷേകം നിൻ്റെ ചങ്കിലെ ചോര കൊണ്ട്, ചങ്കിലെ ജലം കൊണ്ട് മക്കളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. മാഹാരോഗങ്ങൾ, മാരകരോഗങ്ങൾ, സകല രോഗങ്ങൾ സുഖപ്പെടട്ടെ കർത്താവെ. വിദ്യാർത്ഥികൾ ജ്ഞാനത്തിൻ്റെ അഭിഷേകം, ഓർമ്മശക്തിയുടെ അഭിഷേകം, ഉന്നത വിജയത്തിൻ്റെ അഭിഷേകം മക്കൾക്ക് ലഭിക്കട്ടെ. ഓട്ടിസം, ഡൗൺസ്, ഹൈപ്പറാക്ടിവിറ്റി സുഖപ്പെടട്ടെ കർത്താവെ. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കും, ജീവിത മേഖലകൾ, ജോലി മേഖലകൾ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ, അവരുടെ വിവിധ കാര്യങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ